നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അവാർഡുകളേക്കാൾ വലുതാണ് എൻ്റെ പോരാട്ടം. വിനി ജൂനിയറുടെ വാക്കുകളാണ്. ലോകത്തെ ഏറ്റവും മികച്ച താരം വിനി ജൂനിയർ. ഫിഫ ഏറ്റവും മികച്ച താരത്തിലുള്ള പുരസ്കാരം അദ്ദേഹത്തിനാണ് കൊടുത്തത്. സോ ലോകത്തെ ഏറ്റവും മികച്ച താരമായിട്ട് ഫുട്ബോളിൻ്റെ ആധികാരിക സംഘടന പറയുന്ന വിനി ജൂനിയറാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ ഇന്നലെ റയൽ മാഡ്രിഡ് പച്ചുക്കയെ പരാജയപ്പെടുത്തി മുത്തമിടുമ്പോൾ ആ മത്സരത്തിൽ ഗോളും അസിസ്റ്റുമായിട്ട് മികച്ച പ്രകടനം നടത്തി ഗോൾഡൻ ബോൾ അദ്ദേഹം നേടിയിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം അദ്ദേഹം ഫിഫ ബെസ്റ്റും നേടി. സോ ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇക്കാര്യം പറയുന്നത്. ഞാൻ നേടിയ അവാർഡുകളേക്കാൾ വലുതാണ് എൻ്റെ പോരാട്ടങ്ങൾ. അതെ, ഇന്നലെ ആർണയനും ഇതേ കാര്യം തന്നെ പറഞ്ഞു. നിൻ്റെ പോരാട്ടങ്ങൾ അത് ഫുട്ബോൾ കളത്തിനും അപ്പുറമാണ്. നീ ഇന്ന് ഫുട്ബോളിലെ ആൻറ്റി റേസിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ തലപ്പത്ത് നിൽക്കുന്നയാളാ. എത്രയെത്ര മുഖമില്ലാത്ത വിരിവാർക്ക് അടിച്ചമർത്തപ്പെടുന്നവർക്ക് നീ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്, പോരാളിയാണ്, നീയാണ് ലീഡർ എന്നിന്നലെ ആർണയൻ പറഞ്ഞില്ലേ? അതേ കോണ്ടസ്റ്റിൽ തന്നെയാണ് ഇപ്പോൾ വിനി ജൂനിയറും സംസാരിക്കുന്നത്. കളിക്കളത്തിലെ വിജയങ്ങളെക്കാൾ അപ്പുറം പൊരുതി നേടേണ്ട ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിലാണ് താൻ മുഴുകി നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതാണ് ഇന്നലെ ആർണയനും കുറിച്ചത്. ലോകത്തെ ഏറ്റവും മികച്ച താരം ബ്രസീലുകാരനാണ്, കറുത്തവനാണ് എന്ന്. അതിലുണ്ട് എല്ലാം. ഇനി ഇന്നലത്തെ വിജയത്തിന് ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരുപാട് വർക്ക് ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ പാരൻസിൻ്റെ വാക്കുകൾ ഞാൻ കേട്ടു, എൻ്റെ ടീംമേറ്റ്സിൻ്റെ വാക്കുകൾ, എൻ്റെ കോച്ചുമാരുടെ സഹായങ്ങൾ എന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച എല്ലാ കോച്ചുമാരുടെയും മുഖം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരിക്കലും എളുപ്പമായിരുന്നില്ല ഈ നേട്ടങ്ങൾ, പക്ഷേ എൻ്റെ പോരാട്ടങ്ങൾ അവാർഡുകളേക്കാൾ വലുതാണ്. ഞാൻ ഇന്നലെയും അക്കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇന്നലെ എന്ന് പറയുമ്പോൾ മിനിഞ്ഞാന്നാണ് നമുക്ക് ആ അവാർഡ് നേടി പറഞ്ഞ കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അറിയാം എവിടെ നിന്നാണ് ഞാൻ വന്നത്. അടിത്തട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങളും കൈകോർത്ത് നീങ്ങുന്ന തെരുവിൽ നിന്നാണ് ഞാൻ വന്നത്. എല്ലായ്പ്പോഴും ഞാൻ പറയാറുണ്ട്, ബ്രസീലിയൻ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുക, ബ്രസീലിയൻ ജനതയെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് അത് സാധ്യമാണ്. പലരും അതിന് കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അത് സാധ്യമാണ്. ഞാൻ അതിശക്തമായിട്ട് പോരാടി. പല ഘട്ടങ്ങളിലും ആളുകൾ എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും റയൽ മാഡ്രിഡ് പോലുള്ളൊരു ടീമിൻ്റെ ജേഴ്സി അണിയാൻ പോകുന്നില്ല, നീ ഇത്ര ഗോളുകൾ അടിക്കാൻ പോകുന്നില്ല, നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരോടൊന്നും ഞാൻ തിരികെ പറഞ്ഞിട്ടില്ല. എൻ്റെ വർക്ക് അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് എന്ന് തന്നെ വിനി ജൂനിയർ പറയുന്നു. പോരാട്ടമാണെല്ലാം, അവാർഡുകളേക്കാൾ വലുത് തൻ്റെ പോരാട്ടമാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.